നമസ്കാരം. നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. നമ്മൾ ഓണക്കാലമാണ്. തീർച്ചയായിട്ടും വാർത്തകളിലും ഓണം നിറയുമാണ്. ഓണനിറവിൻ്റെ വാർത്തകളിലേക്ക് നോക്കുക. പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് തുടക്കമായി. പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് ഉത്തരവായി. മുളവനെ വില്ലേജിൽപ്പെട്ട 80.60 ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകി ഉത്തരവായതെന്നും PC വിശ്വനാഥ് MLA അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ ചുമതലകൾക്കായി ജൂൺ മാസം സ്പെഷ്യൽ തഹസിൽദാർ LA കിഫ്ബി കൊല്ലത്തിനെ ലാൻഡ് അക്വിസിഷൻ ഓഫീസറായി ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നു. തുടർന്ന് 6/1 വകുപ്പ് പ്രകാരം അതിര് തിരിക്കുവാനുള്ള വിജ്ഞാപനം ജൂലൈ 1 പുറപ്പെടുവിച്ചിരുന്നുവെന്നും ഭൂമി ഏറ്റെടുക്കൽ ഭരണാനുമതി ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിര് കല്ലിടുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങളിൽ തന്നെ കല്ലിടൽ നടപടിയിലേക്ക് കടക്കാനാകുമെന്നും അതോടൊപ്പം പദ്ധതിയുടെ എസ്റ്റിമേറ്റ് 2021 റേറ്റ് റിവിഷൻ പ്രകാരം റിവൈസ് ചെയ്ത് സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. മൗനം വാചാലമായി ബധിര ഓണം പൊടിപിടിച്ചു. ശബ്ദം കൊണ്ട് ലോകത്തെ അലോസരപ്പെടുത്താത്തവരുടെ ഓണം പൊടിപിടിച്ചു. കലാപരിപാടികളും സ്നേഹം പങ്കുവെക്കലും നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. കുണ്ടറ ബധിര അസോസിയേഷൻ ഹാളിൽ നടന്ന ഓണാഘോഷം PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷത വഹിച്ചു. ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ്, വാൾട്ടർ ഫെർണാണ്ടസ്, AE അബ്ദുൽ ജലീൽ, C സുരേഷ് കുമാർ, ഫാത്തിമ, ഷിറോഷ്മ, അന്നു J സൈമൺ എന്നിവർ സംസാരിച്ചു. നിർവഹിക്കുന്ന അന്നു J സൈമൺ, ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഓണ സമയമായാൽ മാധ്യമ സുഹൃത്തുക്കൾ, ആനന്ദ ദീപക് അടക്കമുള്ള സുഹൃത്തുക്കളെ, ഓണ സമയമായാൽ ഒരു ദിവസം 10-15 പരിപാടിയിൽ വരെ പങ്കെടുക്കാറുണ്ട്. ഇന്നലെയും പങ്കെടുത്തു. അതിൽ കൂടുതലും ഓണാഘോഷ പരിപാടികളുമായിരിക്കും. പക്ഷേ ഞാൻ പങ്കെടുത്തിട്ടുള്ളതും ഇനി പങ്കെടുക്കാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഓണാഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന് ഇവിടെ നടക്കുന്ന ഓണാഘോഷമാണ്. നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ പ്രയാസങ്ങളെയെല്ലാം മാറ്റിവെച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. നോക്കുമ്പോൾ ഇവിടെ ഓണത്തിൻ്റെ കിറ്റുകളുണ്ട്, ഓണക്കോടിയുണ്ട്, ഓണ സമ്മാനങ്ങൾ ഇങ്ങനെ നിരന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇഷ്ടം പോലെ ഓണ സമ്മാനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ മറ്റു സാധനങ്ങൾ, സാമഗ്രികളെല്ലാം ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പരീക്ഷാ വിജയത്തിന് അവർക്ക് അനുമോദനങ്ങൾ നൽകുന്നുണ്ട്, പഠന ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഓണാഘോഷ പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഈ കൊല്ലം ജില്ലാ ബധിര അസോസിയേഷനെ ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്, ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ രാവിലെ ഇവിടെ വന്നിട്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താറുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് വരാൻ പറ്റിയില്ല. രാവിലെ കോട്ടയത്ത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പോവേണ്ടി വന്നു. അപ്പം ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് വന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഓണാഘോഷത്തിൽ വന്നുകൊള്ളാം എന്ന് ഞാൻ ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ആ ഉറപ്പ് പാലിച്ച് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓണം മലയാളികളുടെ മുഴുവൻ ഒരു ആഘോഷമാണ്. ലോകത്തെവിടെ മലയാളി ഉണ്ടായാലും അവിടെ എല്ലാം ഓണാഘോഷമുണ്ട്. മലയാളിക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരാഘോഷമാണ് ഓണാഘോഷം. അപ്പോൾ അതുകൊണ്ട് ഈ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇന്നിപ്പോൾ ഓണസദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയാൽ പഞ്ചായത്ത് പ്രസിഡന്റും എനിക്കുമെല്ലാം ഓരോ പരിപാടികളായി കയറി ഇങ്ങനെ പോവാൻ. അതുകൊണ്ട് ഓണസദ്യ കഴിക്കാൻ പറ്റുന്നില്ല. അടുത്ത വർഷം പറ്റുമെങ്കിൽ ഓണസദ്യയും കൂടി കഴിക്കാം എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് കൊല്ലം ജില്ലാ ബധിര അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഭാവം രൗദ്രം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ കണ്ടത്. എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. മഴയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. മഴയെ പ്രണയിക്കുന്ന, മഴയുടെ ലാസ്യഭാവത്തെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു എഴുത്തുകാരിയാണ് മറ്റൊരു കഥാപാത്രം. പ്രകൃതിയും കാറ്റും ഇതിലെ കഥാപാത്രങ്ങളാണ്. പിന്നെയും കഥാപാത്രങ്ങളുണ്ട്. ഒരു മഴയുള്ള ദിവസം, മഴ തുടരെ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം, മഴയുടെ ഭാവമാറ്റങ്ങളെ സ്വന്തം കഥയിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത്. എഴുത്തുകാരി തൻ്റെ പുതിയ കഥയ്ക്ക് കൊടുത്ത പേര് ഭാവം ലാസ്യം എന്നാണ്. കാരണം മഴയുടെ ലാസ്യഭാവം അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു. മഴയുടെ പ്രണയഭാവം ഇഷ്ടപ്പെട്ടിരുന്നു. മഴയുടെ കാമുകനെ കൂടുതലായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. ആ എഴുത്തുകാരുടെ മനസ്സിൽ മഴ എന്ന് പറയുന്ന പ്രണയമായിരുന്നു, മഴ എന്ന് പറയുന്ന നന്മയായിരുന്നു. ആ നന്മയെക്കുറിച്ചാണ് അവർ ആ കഥയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എഴുത്തുകാരിയുടെ പിതാവ് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, കഴിഞ്ഞകാല സംഭവങ്ങൾ, തുടരെയുള്ള മഴ മൂലം പട്ടിണിയായിപ്പോയ വീട്ടിലെ വീട്ടമ്മ യുടെ സങ്കടം, അതുപോലെ തന്നെ ആ ദിവസമുണ്ടായ ഒരു മഹാദുരന്തം, അത് ഉരുൾപൊട്ടലായിരുന്നു. വാർത്താമാധ്യമങ്ങൾ അറിയുമ്പോൾ എഴുത്തുകാരിക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനം, ഒട്ടേറെ പേരുടെ മരണവും നാശനഷ്ടങ്ങളും, ഭൂമിയുടെ അപ്രത്യക്ഷമാകലും ജന്തുക്കളുടെ അപ്രത്യക്ഷമാകലും ഒക്കെ, പ്രകൃതിയുടെ ആ ക്രൂരതയൊക്കെ എഴുത്തുകാരിയുടെ മനസ്സിനെ സ്വാധീനിക്കുകയും എഴുത്തുകാരി തൻ്റെ കഥയുടെ പേര് മാറ്റുന്നു, കഥ തന്നെ മാറ്റുന്നു. കഥയുടെ പേര് ഭാവം ലാസ്യം എന്നതിൽ നിന്ന് ഭാവം രൗദ്രം എന്നാക്കി മാറ്റുന്നു. ഇതാണ് കഥയുടെ സാരം. ഇത് മഴയെ എല്ലാ രീതിയിലും, മഴയുടെ വിവിധ ഭാഗങ്ങൾ, ജീവനുള്ള ഒരു കഥാപാത്രത്തെ എങ്ങനെയാണോ ഒരു ചലച്ചിത്രകാരൻ വിവിധ ഭാഗങ്ങൾ ഒപ്പിയെടുക്കുന്നത്, അതുപോലെ മഴയുടെ വിവിധ ഭാഗങ്ങളെ സന്നിവേശിപ്പിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മളെ കാഴ്ചക്കാർക്ക്, പ്രേക്ഷകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. മറ്റൊന്ന്, ഈ സിനിമ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മുടെ എഴുത്തുകാർ അവരുടെ എഴുത്തിൽ നന്മകൾ മാത്രം കണ്ടാൽ പോരാ, അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് മാത്രം എഴുതിയാൽ പോരാ, പകരം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിച്ചു വേണം കഥകളും ഇതര സാഹിത്യങ്ങളും സംഭാവന ചെയ്യുവാൻ എന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു സിനിമയാണ്, സാങ്കേതിക മികവുള്ള സിനിമയാണ്. നിങ്ങളൊക്കെ കാണണം എന്നാണ് എൻ്റെ താല്പര്യം. ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാനും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ഓണം പൊന്നോണമായി ആഘോഷിക്കാൻ ചിന്നൂസ് പൊന്നോണ മഹോത്സവം. ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 16 സ്വർണ്ണ മോതിരങ്ങൾ. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ, കൂടാതെ പട്ടുസാരികളും ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വെഡിംഗ് പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് 10% മുതൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസുമായി ചിന്നൂസ് ഗോൾഡൻ ലൈറ്റ് വെയ്റ്റ് ഫെസ്റ്റ്. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. ലൈല ക്രിയേഷൻസ് ചിന്നൂസ് ഓണാഘോഷം കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ആർ തുളസി അധ്യക്ഷത വഹിച്ചു. LT ധർമ്മ, രഞ്ജിത് കുമാർ, അഡ്വക്കേറ്റ് അരുൺ അലക്സ്, ആദി, ജി സുശീല, വിമലാദേവി അമ്മ, ജി തുളസീധരൻപിള്ള, പ്രസന്നപിള്ള, വൈ ഷാജി, ആർ വേണുഗോപാലപിള്ള എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത ലൈല ക്രിയേഷൻസ് കുടുംബാംഗങ്ങൾക്ക് ചിന്നൂസ് ഓണസമ്മാനങ്ങൾ നൽകി. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused
focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഓണം വിപണന മേളകൾ സജീവമായി. കുണ്ടറ കൃഷിഭവനുകളുടെയും കുടുംബശ്രീ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ ഓണം വിപണന മേളകൾ സജീവമായി. കുണ്ടറ പഞ്ചായത്ത് മേള പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സമിതി അധ്യക്ഷൻ വി വിനോദ്, കെ ദേവദാസൻ, കൃഷി ഓഫീസർ ബിനീഷ എന്നിവർ സംസാരിച്ചു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് മേള പ്രസിഡന്റ് എസ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയകുമാരി അധ്യക്ഷത വഹിച്ചു. CM സൈഫുദ്ദീൻ, സാം വർഗീസ്, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സപ്ലൈകോ കുണ്ടറ ഔട്ട്ലെറ്റ് ഓണച്ചന്ത PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C ബാൾഡുവിൻ ആദ്യ വിൽപ്പന നടത്തി. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള 6 മുതൽ പ്രതിഖം വരെയുള്ള 21 ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഓണത്തിരക്കൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ സിനിമ പ്രതിഖം ഞങ്ങൾ റിലീസ് ചെയ്തിട്ട് 3 ദിവസമാകുന്നു. കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളെല്ലാം ഇന്ന് ആ സിനിമയെന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടൻ ടീമിന്റെ സ്നേഹം, ആദരം.